യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മൈൻഡ്ഫുൾ ഇൻസൈറ്റിന്റെ 57th സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിട്ട് നമ്മൾ റമദാൻ ആണല്ലോ അല്ലെ. അപ്പൊ റമദാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചെറിയ ടോപ്പിക്സ് കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ച്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ എല്ലാവരും സെഷന് വേണ്ടിയിട്ട് റെഡി അല്ലേ? യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ റമദാനിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റമദാന് വ്രതം, നോമ്പ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ റിലീജിയനിലും നോമ്പ് ഒരു എല്ലാവരും എന്താണ് അത്രത്തോളം ഇമ്പോർട്ടൻസോട് കൂടി കാണുന്ന ഒരു കാര്യമാണ് നോമ്പ് നോക്കുന്നത്, വ്രതം എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ വ്രതം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എന്നുള്ളത് നമ്മളെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ ടൂൾസിൽ നമ്മളെ ഏറ്റവും പവർഫുൾ ടൂൾ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോമ്പിനെയാ പറയാം. റമദാനെ മീൻസ് ഈ വ്രതം എടുക്കുന്നതിനെ, നോമ്പ് എടുക്കുന്നതിനാ പറയാറുള്ളത്. ഏറ്റവും പവർഫുൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫൊഗീനസ് ആയിക്കോട്ടെ, ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ബാക്കിയുള്ള നമ്മൾ 10 മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂളുകളാണ് നമ്മുടെ നമ്മുടെ ഇതിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെ പ്രോഗ്രാമുകളിൽ കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊക്കെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, അതിനേക്കാളൊക്കെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഈ നോമ്പ് നോൽക്കുന്നത്, വ്രതം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ. പക്ഷേ ആ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമുക്ക് പലപ്പോഴും ഇതൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ ശീലിച്ചു വരുന്നത് തന്നെയാണ്. എന്നിട്ടും നമ്മൾ ഇങ്ങനത്തെ പ്രോഗ്രാമുകളിൽ കാര്യങ്ങളിൽ നമുക്ക് മെഡിറ്റേഷനും ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനഫിറ്റ് ഇതൊന്നും ഇത്രയും കാലം ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. പല ആളുകൾക്കും അങ്ങനെ കിട്ടുന്ന ആളുകളുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും ഇതുകൊണ്ടൊന്നും എന്തല്ല നമ്മളെ മൈൻഡ് കംപ്ലീറ്റ്ലി പ്യൂരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനഫിറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പലപ്പോഴും പലർക്കും പറ്റാറില്ല. നമ്മളതിനെ നോക്കിയാൽ മതി. നമ്മൾ ഡെയിലി അല്ലെ 5 നേരം വെച്ചിട്ട് ഇസ്തിഗ്ഫാർ അല്ലെ, ഫൊഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എല്ലാ വിധത്തിലുള്ള അല്ലെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ ഇവോൾവ്മെന്റിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഡെയിലി സ്പിരിച്വൽ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ചെറുപ്പം തൊട്ടേ ശീലിച്ചു വരുന്നത്. അധിക ആളുകളും അല്ലെ നമ്മൾ എത്ര ചെറുപ്പം തൊട്ടേ ശീലിച്ചു വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇതൊന്നും എന്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അഫക്ട് ചെയ്യുന്നില്ല. ഇതൊന്നും ഒരു ചെറിയ രീതിയിൽ പോലും പലർക്കും ഇതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ആ ഒരു സമയത്തേക്ക് കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഫൊഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. നമ്മളൊരു ഗൈഡൻസോട് കൂടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിലാക്സേഷൻസ് കാര്യങ്ങളൊന്നും ഇതിലൂടെ നമുക്ക് കിട്ടുന്നില്ല. വൈ? എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അതിലെത്തി ചേരാൻ പറ്റുന്നില്ല? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. വൈ? ഞാൻ തന്നെ പറയാം. അപ്പോ മിക്കവാറും നമ്മള് സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എല്ലാം, നമ്മുടെ പ്രാർത്ഥനകളായിക്കോട്ടെ, നമ്മുടെ നോമ്പായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡീനെ, മൈൻഡിനെ, അതേപോലെ നമ്മളെ സോളിനെ എല്ലാത്തിനെയും പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാത്തിനും ഉപകാരപ്രദമാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതെന്തുകൊണ്ട് ഉപകാരം അല്ല നമുക്ക് ഉപകാരം ഇല്ലാതായി പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ചെറിയ ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ആ ഒരു കംപ്ലീറ്റ് അതിന്റെ ബെനിഫിറ്റ് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ്, നമ്മൾ കടമ പോലെ ചെയ്യുന്നു. നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ മൈൻഡിന് പറയലുണ്ട്, പ്രോഗ്രാംഡ് ആയിട്ട് മൈൻഡിൽ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ആയി ചെയ്തു വന്നിട്ടുള്ള തോട്ടുകൾ, റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങളും നമ്മളെ മൈൻഡിൽ ഒരു പ്രോഗ്രാം ആയിട്ട് കയറും. ആ പ്രോഗ്രാം പിന്നെ നമ്മൾ ആ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യല്. ഇപ്പൊ ചെറുപ്പം തൊട്ടേ നമുക്കുള്ള ശീലാണ് അല്ലെ, നോമ്പാവുന്ന സമയത്ത് നമുക്ക് ചുറ്റുപാടൊക്കെ ഒന്ന് വൃത്തിയാക്കും, നമ്മളെ വീടും എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാക്കും അല്ലെ, നനച്ചു കുളിക്കുക എന്നൊക്കെ പറയും. ഈ പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാം. അത് ചെറുപ്പം തൊട്ടേ നമുക്കുള്ള ഒരു ശീലാണ് അല്ലെ. നമുക്ക് ചെറുപ്പം തൊട്ടേ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ശീലാണ്. അതുകൊണ്ട് നമ്മൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഒരു ഇടങ്ങാറായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എല്ലായിടത്തൊന്ന് അടിച്ചു തുടച്ചൊന്ന് വൃത്തിയാക്കി അല്ലെ, സ്പെഷ്യലായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതിലും ഒന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ പല കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും അല്ലെ. ഇതേപോലെ ഇതെന്തിനാ ചെയ്യുന്നതെന്ന് പോലും പലർക്കും അറിയില്ല. അത് അങ്ങനെ ശീലമായതുകൊണ്ട്
അല്ലെ ഇന്നലെ എങ്ങാണ്ട് ഒരു കോമഡി ആയിട്ട് ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടത്, ആരാണോ ഇത് കണ്ടുപിടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടതാ. അപ്പോ ഇതൊക്കെ നമ്മൾ പ്രോഗ്രാംഡ് ആയിട്ട്, ഇതൊക്കെ നമ്മൾ ശീലിച്ചു പോകുന്ന ശീലങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. നമ്മൾ പ്രയർ ആയിക്കോട്ടെ, 5 നേരം പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നോമ്പ് എടുക്കുന്നതായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ ഇതിങ്ങനെ ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രോഗ്രാംഡ് ആയി. ഇപ്പൊ നിസ്കാരം എന്നുള്ളത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇടങ്ങാറായിരിക്കും. പക്ഷെ ചിലപ്പോൾ ചെയ്യുന്നത് മനസ്സറിഞ്ഞിട്ടൊന്നും ആവൂല, എന്തെങ്കിലുമൊക്കെ ഒരു കാട്ടിക്കൂട്ടലുകളോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടിയാലും കുഴപ്പമില്ല, ചെയ്ത ഒരു സമാധാനം. വൈ ഇത് നമ്മൾ പ്രോഗ്രാംഡ് ആയിട്ട് അല്ലെ, നമ്മൾ ചെറുപ്പം തൊട്ടേ ഇത് പ്രോഗ്രാം കയറി, ഇന്ന സമയത്ത് ഇന്ന ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇന്ന ദിവസമായ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ പ്രോഗ്രാം കയറി. അപ്പൊ അത് പ്രോഗ്രാംഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോ അല്ലെ അത് പ്രോഗ്രാംഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലുള്ള നമ്മൾ പ്രോഗ്രാം എങ്ങനെ രൂപപ്പെടാന്നുള്ളതൊക്കെ മുന്നേ ഉള്ള സെഷനുകളിലൊക്കെ കയറിയിട്ടുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഒരു കുഞ്ഞു കുട്ടിയില് അല്ലെ അവര് തുടർച്ചയായിട്ട് ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് അവർ കേൾക്കുന്ന വാക്കുകൾ, ഇതൊക്കെയാണ് അവർക്കുള്ളിൽ പ്രോഗ്രാം എന്ന് കയറുക. ഇപ്പൊ കുട്ടികളുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രാണികളോടുള്ള ഫിയർ കാര്യങ്ങൾ ചെറുപ്പത്തിൽ അവർക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് നമ്മൾ രൂപപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടിൽ നിന്ന് അവർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് അതിനോടുള്ള പേടി കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ, ചില കാര്യങ്ങളോടുള്ള ഫിയർ, നമ്മൾ പാരന്റ്സ് ഓരെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടാവും. അതങ്ങനെ ചെയ്തിട്ടുണ്ടത് ഇങ്ങനെ ആവും. ഇങ്ങനെ പലപ്പോഴും കുട്ടികളിൽ ഉണ്ടാവുന്ന വേറൊരു ഇതാണ്, നമ്മൾ ക്രിയേറ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം രൂപപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവും ചെറുപ്പം തൊട്ടേ. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും, അല്ലെ ദൈവം ശിക്ഷിക്കും, സൃഷ്ടാവ് ശിക്ഷിക്കും എന്നുള്ള രൂപത്തിൽ. അപ്പൊ ശിക്ഷിക്കുന്ന ഒരു സൃഷ്ടാവിനെ മാത്രമേ അവർ അതുവരെ കേട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോ ഓരോ ഉള്ളിൽ ആകെ ഒരു സാധനം ഉണ്ടാവുള്ളൂ, സൃഷ്ടാവ് ശിക്ഷിക്കുന്നവനാണ് അല്ലെങ്കിൽ പരീക്ഷിക്കുന്നവനാണ്. ഈ ഒരു കാര്യം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. പാരന്റ്സിനേക്കാൾ കൂടുതൽ ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ മറ്റുള്ള എല്ലാ ആളുകളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ കാരുണ്യവാനായിട്ട് ഈ പ്രോഗ്രാം ഇങ്ങനത്തെ ഒരു വിവരം ഓരോരുത്തർ ഉണ്ടാവില്ല. ശിക്ഷിക്കുന്നവനെ പരീക്ഷിക്കുന്നവനെ, ഈ ഒരു പ്രോഗ്രാം മാത്രമേ എന്തുണ്ടാവുള്ളൂ, അവർക്കുള്ളിൽ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് എന്നുള്ള രൂപത്തിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തു വരുന്ന എല്ലാ സ്പിരിച്വൽ ആക്ടിവിറ്റീസും. സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എന്നല്ല, നമ്മൾ ചെയ്യുന്ന മിക്കവാറും കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അല്ലെ നമ്മൾ അത് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ശീലിച്ചത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ കാര്യമാണ്, അല്ലെ ചെയ്താൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല, ഒരു സമാധാനം, അത്രേ ഉള്ളൂ. ആ ഒരു രൂപത്തിൽ നമ്മൾ അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നില്ല. സത്യം കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്റൻഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു പ്രവൃത്തിയും സ്വീകരിക്കപ്പെടുന്നത് അതിന്റെ ഇന്റൻഷൻ അല്ലെ. ഇന്നമല്ലാമാൽ പിന്നെയാത്തൊക്കെ കിടണം. എല്ലാ പ്രവർത്തനം, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന്റെ മുന്നോടിയായിട്ട് ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്യുന്നത് നല്ലതാ. അതിപ്പോ നമ്മള് റമദാനിന് മുന്നേ നമ്മൾ ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിലും, ഇത് ഞാന് റമദാനിന് അല്ലെങ്കിൽ എന്റെ സോളിന്റെ ഒരു പ്യൂരിഫിക്കേഷന്റെ മന്താണ്, അതിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയില്ല, നമ്മളെ വീട്ടിലേക്ക് നല്ലൊരു അതിഥി ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, വീട് ഭയങ്കര വൃത്തിയായി നമ്മൾ സൂക്ഷിച്ചു അല്ലെ, അത്രയും ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നോക്കും. അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ നമ്മളെ വീട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ആ രൂപത്തിൽ നമ്മൾ കംപ്ലീറ്റ് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടാവും വീട്ടിലാണെന്നുണ്ടെങ്കിലും. ഇപ്പൊ ഒരു പ്രോഗ്രാമിന് പോവുകയാണെന്നുണ്ടെങ്കിലും നല്ല ഗസ്റ്റുമാര് വരുന്ന സ്ഥലത്ത് നല്ല ഹൈ ടാലന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹൈ സ്റ്റാറ്റസിലുള്ള ആരെങ്കിലും ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ എന്തുണ്ടാവും, ഒരു അറേഞ്ച്മെന്റ്സ് കാര്യങ്ങൾ, സ്പെഷ്യൽ സീറ്റിങ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇതൊക്കെ എന്തിനാ അല്ലെ, അവരെ വരവേൽക്കാൻ വേണ്ടിട്ട്. അതുപോലെ തന്നെയാണ് നമ്മളും അത്രത്തോളം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മന്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇന്റൻഷന് കാര്യങ്ങൾ സെറ്റ് ആക്കുക എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മൾ ഇന്റൻഷൻ ഇല്ലാതെ പ്രോഗ്രാംഡ് ആയിട്ട് ഇതുവരെ കിട്ടിയ കാര്യങ്ങൾ ഇതുപോലെ എങ്ങനെ ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഇതിന്റെ ഒന്നും ബെനിഫിറ്റ് നമുക്ക് കിട്ടാത്തത്. അപ്പൊ ഏറ്റവും മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ ഏറ്റവും പവർഫുൾ ടൂൾ ആണ് ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ, അതിന്റെ ബെനിഫിറ്റ് കിട്ടാത്തതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അതെന്താണ്, എങ്ങനെയാ അല്ലെ, എന്തിനാണ് എന്നുള്ള കാര്യം നമുക്കില്ല. അത് റമദാനായി അല്ലെ, അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിപ്പിച്ചു വന്നതാണ്. അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പടച്ചോൻ ശിക്ഷിക്കും അല്ലെ. ഇങ്ങനത്തെ രൂപത്തിലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ഇങ്ങനെ ഉള്ളിൽ കയറി കിടക്കുന്നത് കൊണ്ട്
ഇതിന്റെ ഒന്നും കറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്റൻഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും അത് കറക്റ്റ് അത് എന്തിന് ചെയ്യുന്നു, നമ്മൾ എപ്പോഴും നമ്മളെ ചിന്തകളിൽ അവെയർ ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യം ലിവിങ് ഇൻ ദ മൊമെന്റ് അല്ലെങ്കിൽ പ്രസന്റിൽ ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളതിന്റെ കറക്റ്റ് ഇത് എന്ന് പറഞ്ഞാൽ അല്ലെ, പ്രസന്റിൽ നമുക്ക് അറിഞ്ഞു ജീവിക്കുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്, ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്, അതെല്ലാം നമ്മളെ തോട്ടിൽ അവെയർ ആയിക്കൊണ്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ ആ ചെയ്തതിന് വേറെ തന്നെ ഒരു ഫീൽ ആയിരിക്കും. അപ്പൊ നമ്മള് ഒന്നും വേണ്ട, ഈ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ ചിന്തകൾ വേറെ അല്ലെങ്കിൽ നമ്മളെ മക്കളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പാരന്റ്സിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള വീട്ടിലുള്ള വേറെ ആരെങ്കിലും അല്ലെ കൂട്ടുകാരോ കുടുംബക്കാരോ ആരെങ്കിലും ഒക്കെ കുറിച്ചിട്ടുള്ള തോട്ടും ചിന്തകളും മാത്രം അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതങ്ങനെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വീട്ടിലുള്ള കാര്യങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് എന്ത് കിട്ടൂല. പ്രത്യേകിച്ച് അത് ആ ജോലി ചെയ്ത് കഴിയുന്ന സമയത്ത് ജോലി ചെയ്ത് കഴിഞ്ഞതുപോലും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളെ ചിന്ത മൊത്തം വേറെ എവിടെയോ ആയിരുന്നു. പ്രസന്റിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കാര്യം അറിഞ്ഞ് മനസ്സറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു ക്ലീനിങ്ങോ കാര്യങ്ങളോ ചെയ്യുന്ന സമയത്ത് യെസ് ഇത് ഞാൻ ക്ലീൻ ചെയ്യുന്നത് വഴി ഇത് എന്റെ മനസ്സുകൂടിയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഇന്റൻഷൻ വെക്കുമ്പോൾ ആ ഒരു ക്ലീനിങ്ങോ കാര്യങ്ങളോ നമ്മൾ കഴിയുന്നതോടുകൂടി തന്നെ നമ്മളെ മൈൻഡിന് ഒരു ഭയങ്കര റിലാക്സേഷൻ ഫീൽ കിട്ടും. അപ്പൊ എന്ത് കാര്യം നിങ്ങൾ ഏറ്റവും എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി ഇപ്പൊ ഒന്നും വേണ്ട, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് നമ്മളൊരു ഇന്റൻഷൻ വെച്ചിട്ട് അത് കൊടുക്കുക. ഈ ഭക്ഷണം അല്ലെ എന്റെ കോശങ്ങളിലേക്ക് ഈ ഭക്ഷണത്തിന്റെ ഊർജം എത്തുന്നുണ്ട്, ഓരോ കോശത്തിനെയും ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് ആരോഗ്യം നൽകാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണത്തിന്റെ ഓരോ അംശങ്ങളും അവിടെയൊക്കെ എത്തുന്നുണ്ട്. അപ്പൊ എന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് എന്ന ഫീലോട് കൂടിയിട്ട് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് അല്ലാണ്ട് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ബെനിഫിറ്റ് കിട്ടും ചെയ്യും. ആ ഭക്ഷണം നമുക്ക് എന്ത് ചെയ്യും, മൈൻഡ്ഫുൾ ആയിട്ട് തിന്നാനും പറ്റും. മീൻസ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയും. അപ്പൊ ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞത് നമ്മൾ അത് നമ്മുടെ ബോധ മനസ്സ് അറിഞ്ഞുകൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മളെ മനസ്സറിഞ്ഞിട്ടല്ല നമ്മൾ അതൊന്നും ചെയ്യുന്നത്. എവിടെങ്ങനോ പ്രോഗ്രാമഡ് ആയിട്ട് 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കണം. അപ്പൊ ആ 3 നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആ ഭക്ഷണത്തിന്റെ ബെനിഫിറ്റ് അത് എത്രത്തോളം നമ്മളെ ശരീരത്തിലേക്ക് എത്രത്തോളം അതിന്റെ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാണ്ടേ നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പൊ ഭക്ഷണം കഴിക്കാൻ നേരായി, വിശക്കുന്നുണ്ട്, നേരായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ ഇത്തരത്തിലുള്ള തോട്ടോട് കൂടിയിട്ട് നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് നമുക്ക് വേറെ തന്നെ ബെനിഫിറ്റ് കിട്ടും, നമ്മളെ ഹെൽത്തിലായിക്കോട്ടെ എല്ലാ കാര്യത്തിലും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും. അപ്പൊ ഒരു റമദാനിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വ്രതം എടുക്കാൻ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്റൻഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇന്റൻഷൻ സെറ്റ് ചെയ്യാണ്ട് അല്ലെ നമ്മൾ പ്രോഗ്രാം ഇത് ഇങ്ങനെ ആയി, റമദാൻ ഒന്നാണ്, നോമ്പ് നോൽക്കണം, ഇങ്ങനെയാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത് എന്നുള്ള രൂപത്തിൽ നമ്മൾ അത് അങ്ങനെ ശീലിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ ടൂളാണ് ഇത് അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും പലർക്കും അറിയുന്നത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ബാക്കിയുള്ള ഫോർഗീവ്നെസ് ആയിക്കോട്ടെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ അതിനേക്കാളൊക്കെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഈ വ്രതം എന്നുള്ളത്. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് നമ്മൾ പ്രോഗ്രാംഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി മുതലെങ്കിലും ആ പ്രോഗ്രാം ഇത് എന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നത്, അത് അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ്, ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, അതിന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ ഇന്റൻഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെ. ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ നിയത്ത് അല്ലെ, എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഉള്ളില് ഓരോ മന്തിൽ കഴിയുന്ന എന്ത് കാര്യം ചെയ്യുമ്പോഴും ജസ്റ്റ് ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞ നേരത്തെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ, അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്ന സമയത്താണെങ്കിലും ഈ വെള്ളമാണ് എന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും എന്തെത്തുന്നത് അല്ലെ, നമ്മുടെ കംപ്ലീറ്റ് ബോഡിയിലെ ഓരോ കോശത്തിലേക്കും ആ ജലം എത്തുന്നുണ്ട്, ആ ജലത്തിന്റെ എനർജി എത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫീലോട് കൂടിയിട്ട് ആ ഒരു ജലത്തിനോട് അല്ലെ അതിനെ നമുക്കൊന്ന് നന്ദിയൊക്കെ പറഞ്ഞ് ആ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞ് ആ ഒരു എനർജിയോട് കൂടിയിട്ട് നമ്മൾ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഹോൾ ബോഡിയിൽ നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ സാധാരണ ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്ന പോലെ ജസ്റ്റ് ഇന്റൻഷൻ വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് പ്രത്യേക ബെനിഫിറ്റ് തന്നെയാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്.
അപ്പോ നമുക്ക് പ്രോഗ്രാംഡ് ആയിട്ട് ചെയ്യുന്നതിന് പകരം ഇതിന്റെ ബെനിഫിറ്റ് ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ അത് ഓരോന്നും നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യണം. അത് എന്തിന് ചെയ്യുന്നു, ഇത് എങ്ങനെ ചെയ്യുന്നു, ഇത് എങ്ങനെയാണ് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല നല്ല ഇന്റൻഷൻസ് സെറ്റ് ചെയ്യുക. എന്ത് ചെറിയ കാര്യം ചെയ്യുമ്പോഴും ഇന്റൻഷൻ സെറ്റ് ചെയ്യാം. ഈവൻ നമ്മൾ മക്കൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ കൂടി, വീട്ടിലുള്ള ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ കൂടി നല്ലൊരു ഇന്റൻഷൻ സെറ്റ് ചെയ്യാം. യെസ്, ഇതിന്റെ മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ജസ്റ്റ് ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്താണ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അത് നമ്മൾ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ടാണ്. നല്ല ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ അവിടെ നല്ല പോസിറ്റീവ് എനർജി കൂടിയാണ് നമ്മൾ അതിലൂടെ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്റൻഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളത്, ഈ ഇന്റൻഷനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് നമ്മൾ ഇതിന്റെ മുന്നേ ഒരു സെഷന് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് മുന്നേ ചെയ്തതാണ്. അപ്പൊ ഇന്റൻഷൻ നിർബന്ധമായിട്ടും എല്ലാവരും പ്യുവർ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ട് വേണം ഇനിയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇപ്പൊ റമദാനിലേക്ക് അടുക്കുമ്പോൾ അതിലും നമ്മൾ നന്നായിട്ട് ഇന്റൻഷൻ സെറ്റ് ചെയ്യുക. ഇതെന്തിനു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, അല്ലെ, ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അല്ലാണ്ട് ഒരിക്കലും പ്രോഗ്രാംഡ് ആയിട്ട് ഇത് പണ്ട് തൊട്ടേ ചെയ്തു വരുന്ന ശീലമാണ് അതുകൊണ്ട് ചെയ്യാന്നുള്ളതല്ല. അതേപോലെ തന്നെ വീട്ടിലുള്ള കുഞ്ഞു മക്കളെയും അങ്ങനെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇല്ലെങ്കിൽ ഓർക്ക് ഇതും ഒരു ഇതെന്താണ്, നമ്മൾ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അതേപോലെ തന്നെ ഓർക്കും അത് പ്രോഗ്രാംഡ് ആയിട്ട് കയറിപ്പോവുള്ളൂ അവർക്കുള്ളിലും. അപ്പൊ ഇതേപോലെ ആവശ്യമില്ലാത്ത ഒരുപാട് പ്രോഗ്രാമുകൾ കാര്യങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും കുട്ടികൾക്ക്, അല്ലെ, കുട്ടികളുടെ കുറെ ലഹരി ആവട്ടെ, ഇതേപോലെ തന്നെ കൊലപാതകം, അതും ഇതും. നമ്മൾ ഇങ്ങനെ ഭയങ്കര കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ടും ജനറേഷനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മള് എങ്ങനെയാണോ, അല്ലെ, നമ്മുടെ ഇപ്പത്തെ ഓൾഡ് ജനറേഷൻ ആണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അതിനനുസരിച്ചിട്ട് എന്ത് വേണം, അവർക്ക് അതിനനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാത്തതിന്റെ പ്രശ്നം കൂടിയുണ്ട് അവിടെയൊക്കെ വരുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെ, റമദാനിലേക്ക് അടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ, വീടും ചുറ്റുപാടൊക്കെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കും. എല്ലാം ഭയങ്കര വൃത്തിയാക്കി കൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ദൈവം കുടികൊള്ളുന്ന സ്ഥലമാണ് എന്ത്, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്, അല്ലെ. ദൈവത്തിന്റെ സ്ഥാനം മനുഷ്യ മനസ്സിനുള്ളിലാണ് എന്ന് പറയുന്ന സമയത്ത് ആ ദൈവത്തിന്റെ സ്ഥാനം മനുഷ്യ മനസ്സിനകത്താണ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ ദൈവത്തിന്റെ സ്ഥാനം എവിടെ, നമ്മളെല്ലാരും മനുഷ്യന്റെ മനസ്സിനകത്താന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളെ വീട്ടിലേക്ക് നല്ലൊരു ഗസ്റ്റ് വരുന്ന സമയത്ത്, അല്ലെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമിലേക്ക് നല്ല ഹൈ സ്റ്റാറ്റസിലുള്ള എന്തെങ്കിലും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ വെൽക്കം ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്പെഷ്യൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അല്ലെ, സ്പെഷ്യൽ ആയിട്ടുള്ള അവർക്ക് എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷെ ഇവരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ, അല്ലെ, നമ്മളെ ഈ ഭൂമിയിലുള്ള മനുഷ്യരെക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, കാരുണ്യവാനായിട്ടുള്ള, കരുണാനിധിയായിട്ടുള്ള, അല്ലെ, നമ്മൾ പറഞ്ഞു ഈ ലോകത്തിലുള്ള എല്ലാവരുടെ സ്നേഹം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിന്റെ 100ൽ 1 ഭാഗം മാത്രമാണെന്നാ പറയല്. അപ്പോ ദൈവത്തിന് അത്രത്തോളം, അല്ലെ, ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട്, സൃഷ്ടാവിനെ തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം വന്ന സമയത്താണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് പറയും. ആ മനുഷ്യരെ, അല്ലെ, മനുഷ്യരിലൂടെ ദൈവം കാണുന്നത്, ദൈവത്തിനെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരസ്പരം അല്ലെ, ദൈവത്തിനെ പോലെ ഓരോ ആളുകൾ നമ്മളെ സംരക്ഷിക്കാൻ നമുക്ക് സഹായത്തിന് വരുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ, അല്ലെ, ദൈവത്തിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക നമ്മളിലൂടെ. അപ്പൊ നമുക്ക് അകത്തൊക്കെ ആ ദൈവത്തിന്റെ ആ ഒരു ലൈറ്റിന്റെ പാർട്ട് ഉണ്ട്. ആ ഒരു പാർട്ട് എല്ലാവർക്കും ഉള്ളിലും വെച്ചുകൊണ്ട് തന്നാണ്, ആ ഒരു വലിയ ലൈറ്റിന്റെ പാർട്ടിനെ എല്ലാവർക്കും അകത്തും വെച്ച് തന്നിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. പക്ഷേ, അല്ലെ, നമ്മൾ പറഞ്ഞു ദൈവത്തിന്റെ സ്ഥാനം മനുഷ്യ മനസ്സിനാണ് എന്ന് പറയുമ്പോൾ ആ മനസ്സ് ഇതേപോലെ നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ടോ? അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മളെ ചുറ്റുപാടും വീടും എല്ലാം നമ്മൾ വൃത്തിയാക്കി കൊണ്ട് നടക്കുന്ന സമയത്ത് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള, അല്ലെ, ഈ ബാക്കിയുള്ള എല്ലാത്തിന്റെ അപ്പുറത്തേക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ സൃഷ്ടാവിന്റെ ഈ കുടി ഇരുത്തിയിട്ടുള്ള സ്ഥലം നമ്മൾ എത്രത്തോളം വൃത്തിയാക്കിയിട്ടുണ്ട്, അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. സൃഷ്ടാവിന്റെ ആ ഒരു മനസ്സ് നമ്മൾ എത്രത്തോളം വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു
ഓരോ കാര്യങ്ങളിലേക്കും കടക്കുന്നത് എന്നുള്ളത്. അപ്പൊ ചുറ്റുപാടുകളൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് അതിനുകൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കണം, അതിനുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയലുണ്ട് അല്ലെ, മനസ്സിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചിന്തകളിലൂടെയാണ്. അപ്പൊ ആദ്യം നമ്മൾ നന്നാക്കേണ്ടത് അല്ലെ, ചിന്തകളെയാണ് നമ്മൾ നന്നാക്കേണ്ടത്. അപ്പൊ നമ്മൾ നമ്മളെ ചിന്തകളെ എപ്പോഴും എന്ത് ചെയ്യണം, ചിന്തകളിൽ അവെയർ ആയിക്കൊണ്ടിരിക്കണം. ആ ചിന്തകൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നമ്മളൊരു ദിവസം ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ ഓൾമോസ്റ്റ് ഒരു 45,000 തൊട്ട് 70,000 വരെ ചിന്തകൾ കടന്നു പോകുന്നുണ്ട് എന്നാണ്. അപ്പൊ എന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ എത്ര നല്ല കാര്യങ്ങളുണ്ട്, എത്ര ചീത്ത കാര്യങ്ങളുണ്ട്, എത്ര ബാക്കിയുള്ള ആളുകളെ കുറിച്ചിട്ടുള്ളുണ്ട്, എത്ര എന്നെ കുറിച്ചിട്ടുള്ള ചിന്തകളുണ്ട് അല്ലെ, എത്ര വേവലാതികള്, പരാതികള്, പരിഭവങ്ങളുണ്ട്, എത്ര നന്ദി പറഞ്ഞുകൊണ്ടുള്ളതുണ്ട് അല്ലെ. ഓരോ ചിന്തകളും എത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഒരു ദിവസം ചിന്തിക്കുന്ന ചിന്തകളെ കൂടി നമ്മൾ അനലൈസ് ചെയ്യണം. കാരണം നമ്മൾ ചുറ്റുപാട് വൃത്തിയാക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ട സ്ഥലമാണ് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കുക എന്ന് പറയുന്നത്. ആ ഹൃദയം ശുദ്ധിയാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം ആ ശുദ്ധിയായ ഹൃദയത്തിനോട് കൂടിയിട്ട് നമുക്ക് പുറത്തുള്ള നന്മകളൊക്കെ കാണാൻ പറ്റുള്ളൂ. കറ പിടിച്ച അല്ലെ, നമ്മളൊരു പൊടി പിടിച്ച ഗ്ലാസ്സിലൂടെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് എപ്പോഴും ബ്ലറായിട്ടേ കാണും. അതുപോലെ തന്നെയാണ് പലരുടെയും ഹൃദയം. ആ ഹൃദയത്തിൽ നമ്മൾ കറകൾ നിറയ്ക്കുമ്പോൾ പുറത്ത് എത്ര നന്മ ഉണ്ടായിട്ടും കാര്യമില്ല, ആ നന്മ നമുക്ക് കാണാൻ പറ്റില്ല, തിന്മകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഹൃദയം ശുദ്ധിയാക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിൽ നമ്മൾ ഹൃദയ ശുദ്ധീകരണത്തിന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തകൾ നന്നാക്കുക എന്നുള്ളതാണ്. ആ ചിന്തകളിൽ എത്രത്തോളം നല്ല ചിന്തകളുണ്ട്, ചീത്ത ചിന്തകളുണ്ട്, അത് നമ്മൾ നന്നായിട്ട് തന്നെ അതിനെ ഒബ്സർവ് ചെയ്യണം. അത് തീർച്ചയായിട്ടും അതിൽ നമുക്ക് എന്തെങ്കിലും ഇല്ല, എനിക്ക് കൂടുതൽ നെഗറ്റീവ് തോട്ട്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മാറ്റാൻ പറ്റും, അതിനെ എങ്ങനെ മാറ്റിയിട്ട് നമുക്ക് പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരാൻ പറ്റും, അതിന് വേണ്ടിയുള്ള പണി എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ചിന്തകൾ എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഓഫ് ചിന്തകൾ ഉണ്ടാവും. 3 ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ജനറേഷണൽ തോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ജസ്റ്റേഷണൽ തോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പീരിയൻഷ്യൽ തോട്ട്സ് ഉണ്ട്. ജനറേഷണൽ തോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജനറേഷൻ വഴി നമ്മുടെ മുന്നേ ഉള്ള പൂർവികന്മാരിൽ നിന്നും നമ്മൾ പറയും ജീന് കൈമാറി വരിക എന്ന് പറയും. അപ്പൊ നമുക്ക് പാരമ്പര്യമായിട്ട് പല കാര്യങ്ങളും കിട്ടുന്ന പോലെ തന്നെ പാരമ്പര്യമായിട്ട് ചിന്തകളും കിട്ടും. അപ്പൊ പലപ്പോഴും നമ്മള് പറയലുണ്ട് അല്ലെ, മക്കളെ കാര്യം, അല്ലെങ്കിൽ നമ്മളെ എന്താണ് ഗ്രാൻഡ് പാരന്റ്സ് അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് അങ്ങനെയായിരുന്നു, അവര് ഇങ്ങനെയായിരുന്നു അല്ലെ, അവരെ പോലെയാണ് ഇവരെ പോലെയാന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ് ചിന്തകളും ഇതുപോലെ അവരിൽ നിന്ന് കൈമാറി വരും. അപ്പൊ ചില ബിലീഫ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാവും, ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ചില ബിലീഫ് സിസ്റ്റങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ ഉണ്ടാവും നമ്മളിൽ ഇങ്ങനെ കയറി കൂടിയിട്ട്. നമ്മൾ തന്നെ വിചാരിക്കും ഇതൊക്കെ എവിടെ നിന്ന് വന്നതാ, മീൻസ് അത്രയും പൊട്ട തരത്തിലായിട്ടുള്ള അങ്ങനത്തെ ഒക്കെ ബിലീഫ് സിസ്റ്റങ്ങൾ ഉണ്ടാവും ചില ആളുകൾക്ക്. ചിലപ്പോൾ അന്ധവിശ്വാസങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഇതൊക്കെ എവിടെ നിന്ന് വന്നതാന്ന് ചിലപ്പോൾ നമ്മളാരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാലോ, നമ്മളാരും ഇങ്ങനെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലാലോ എന്നൊക്കെയുള്ള ചിലപ്പോൾ നമുക്ക് വരും. ചിലപ്പോൾ നമ്മളെ മക്കളിലാവട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരിൽ നമ്മൾ കാണുന്ന സമയത്ത്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ജനറേഷൻസ് വഴി നമുക്ക് എന്ത് വരും, നമ്മളെ ജീന് വഴി തോട്ട്സ് കൈമാറും, ചിന്തകൾ കൈമാറും. അപ്പൊ ഫോർഗീവ്നെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടെന്നിനും അല്ലെ, നമുക്കകത്തുള്ള മൈൻഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഈ ഫോർഗീവ്നെസ് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മുന്നേ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള ജനറേഷണൽ തോട്ട്സ് നമ്മളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് നമ്മളെ ജസ്റ്റേഷണൽ തോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ വോമ്പിലായിരിക്കുന്ന സമയത്ത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മമാര് ചിന്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അതും കുട്ടികളിൽ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ചിന്തകളും അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ എക്സ്പീരിയൻഷ്യൽ തോട്ടാണ്. എക്സ്പീരിയൻഷ്യൽ തോട്ട്സ് എന്ന് പറയുമ്പോൾ പിന്നീട് നമുക്ക് എക്സ്പീരിയൻസുകളിൽ നിന്ന്, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ അനുഭവങ്ങൾ, കാര്യങ്ങൾ, ഇത് പിന്നെ നമ്മൾക്കുള്ളിലുള്ള ചിന്തകളായിട്ട് മാറാറുണ്ട്. അപ്പൊ ഇത്തരത്തില് 3 ടൈപ്പ് ഓഫ് തോട്ടുകളാണ് നമുക്കകത്തുള്ളത്, നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പോ നമ്മളെ ചിന്തകളെ നമ്മൾ നന്നാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവെയർ ഇരിക്കേണ്ട, ചിന്തകളിൽ അവെയർ ആയിരിക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഈ ചിന്തകൾ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പലപ്പോഴും പലർക്കും ഉണ്ടാവും ആവശ്യമില്ലാത്ത ചിന്തകൾ വരികയാണ്, എന്ത് കണ്ടാലും നെഗറ്റീവ് മാത്രമാണ്, അല്ലെങ്കിൽ എന്ത് കണ്ടാലും ഇത്തരത്തിലുള്ള ചിന്തകൾ മാത്രമാണ് വരുന്നത്,
നമുക്കറിയാം പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് അറിയാമെങ്കിൽ കൂടി അത്തരത്തിലുള്ള ആ ഒരു ബോധം ഉണ്ട്, പക്ഷെ അതങ്ങനെ വരുന്നില്ല. ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഇത്തരത്തിലുള്ള ചിന്തകൾ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ചിന്തകൾ കൈമാറി വരുന്നത്. അപ്പോ നമ്മള് അതിനു വേണ്ടിയിട്ട് വെറുതെ നമ്മളൊന്ന് ആലോചിക്കാണ്, എനിക്കിത് ചിന്തിക്കണ്ട എന്ന് വിചാരിച്ചിരുന്നത് മാത്രം കാര്യമില്ല. അതിനു വേണ്ടിയിട്ടുള്ള തക്കതായിട്ടുള്ള റെമഡീസ് കാര്യങ്ങൾ എന്താണ്, അതിനു വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ തെരഞ്ഞു പിടിച്ച് അതും കൂടി നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ നമുക്ക് ഈ ജനറേഷൻ വഴി, ഇപ്പൊ ഫൊഗീനസ് ഒക്കെ പറയാറുണ്ട് നമ്മളെ ജീനിൽ വരെ മാറ്റങ്ങൾ വരുത്തുന്ന അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, സയന്റിഫിക്കലി എന്താണ് പ്രൂവ്ഡ് ആയിട്ടുണ്ട്. കാരണം ജീനുകളിൽ വരെ ഈ ഫൊഗീനസ് കാര്യങ്ങൾ മാറ്റം വരുത്തുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 14 ഡയമെൻഷൻസ് ഓഫ് ഡീപ്പ് ഫോഗീനസ് ഒക്കെയാണ് നമ്മൾ പ്രോഗ്രാമിൽ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം അത്രത്തോളം ഡീപ്പർ ഡയമെൻഷനിലുള്ള ഫോഗീനസ് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ജനറേഷണൽ തോട്ട്സിനെ വരെ നമുക്ക് അകത്തിൽ നിന്ന് എന്ത് ചെയ്യാനും, ഉള്ളിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാനും. പലരും പറയുന്നുണ്ട് ഫോഗീനസ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതാണ്, ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്, ഇതല്ലാതെ വേറെ എന്താന്ന് വെച്ചാൽ അതിൽ തന്നെ ഉണ്ട് ഒരുപാട് നമുക്ക് പഠിക്കാൻ. അതിൽ തന്നെ ഉണ്ട് ഒരുപാട് ഡീപ്പർ ഡയമെൻഷൻസ്. നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാൻ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്, പലപ്പോഴും അറിയുന്നതാണെന്നും പറഞ്ഞിരുന്നിട്ട് പക്ഷെ അതിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ജനറേഷണൽ വഴി വരുന്ന തോട്ട്സുകളൊക്കെ നമ്മൾക്കുള്ളിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഡയമെൻഷനിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ ഇപ്പൊ ജനറേഷൻ വഴി വന്നിട്ടുള്ള തോട്ട്സുകൾ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവില്ല. നമ്മളെ കോശങ്ങളിൽ കിടക്കുന്നുണ്ടാവും, അതിന്റെ ജീന് കാര്യങ്ങൾ നമ്മളെ കോശങ്ങളിൽ അതിന്റെ എനർജി അവിടെ കിടക്കുന്നുണ്ടാവും. പക്ഷെ അതിൽ ഏതൊക്കെ നല്ലതാണ്, ഏതൊക്കെ ചീത്തയാണ്, അതിൽ ഏതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്, ഇത് എവിടെ നിന്ന് വന്നതാണെന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ അത് നമ്മൾ അറിയണം എന്ന് നിർബന്ധമില്ല. അറിയുന്നതും അറിയാത്തതും എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻസ് കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ആൽഫ സ്റ്റേറ്റിലേക്ക് പോയി ഡിവൈൻ എനർജി നമ്മളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ എനർജി അവിടെ എന്ത് ചെയ്യും, ആവശ്യമില്ലാത്തതിനെ അവിടെ എടുത്ത് കൊണ്ടുപോയിക്കോളും എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ചുറ്റുപാടും എല്ലാം വൃത്തിയാക്കി റമദാനെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. നമ്മളെ തോട്ട് കൂടി, നമ്മളെ ചിന്തകളെ കൂടി നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതാണ് നമ്മൾ ഏറ്റവും മനസ്സ് എത്രത്തോളം ദൈവം അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവ് കുടികൊള്ളുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഏറ്റവും മനോഹരമാക്കി വെക്കേണ്ടത്. നമ്മളെ ഹൃദയത്തിനെയാണ് നമ്മൾ അത്രയും അലങ്കരിച്ച്, അത് എത്ര അലങ്കരിച്ചാലും മതിയാവില്ല. കാരണം അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് അകത്തുള്ളത്. അതിനെന്ത് വേണം, ആ സൃഷ്ടാവിനോട് സ്നേഹം തോന്നണം. ആ സൃഷ്ടാവിനോട് സ്നേഹം തോന്നുമ്പോഴാണ് അത് നമുക്ക് വൃത്തിയാക്കി വെക്കണം എന്നുള്ള തോന്നല് വരികയുള്ളൂ. സൃഷ്ടാവ് എപ്പോഴും പരീക്ഷിക്കുന്നവനാണ്, സൃഷ്ടാവ് എപ്പോഴും എന്താണ് പലർക്കുള്ള തോട്ട് പരീക്ഷിക്കുന്നവനാണ്, ശിക്ഷിക്കുന്നവനാണ് എന്ന ബോധത്തിൽ മാത്രമാണ് സൃഷ്ടാവിനെ കണ്ടിട്ടുള്ളത്. എന്ന പ്രോഗ്രാമിലാണ് നമ്മൾ സൃഷ്ടാവിനെ കണ്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളെ ഹൃദയം ശുദ്ധീകരിക്കാനോ ഫൊഗീനസിനോ ഗ്രാറ്റിറ്റ്യൂഡിനോ ഇതിനൊന്നുള്ള മനസ്സ് വരൂല. കാരണം അവിടെ നമുക്കുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഫിയർ, അങ്ങനെയാണ് നമ്മളെ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ആ പ്രോഗ്രാം എന്ത് ചെയ്യണം, അവിടെ മാറ്റണം. അപ്പൊ നമ്മള് മക്കൾക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ മറ്റൊരാൾക്ക് ഈ സ്റ്റാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കയറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും, ഹൃദയം പിന്നെ നമ്മള് ഒരാളോട് ഫൊഗീ ചെയ്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്തിനു ഫൊഗീ ചെയ്തു കൊടുക്കണത്, അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് പോലും ഉണ്ടാവില്ല. ഇപ്പത്തെ കുട്ടികളിലൊക്കെ ഇത് കണ്ടാൽ ചെറിയ തെറ്റാണെങ്കിൽ കൂടി ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിപിടിയാണ് വലിയ വലിയ കൊലപാതകങ്ങളിലും വലിയ വലിയ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നത്, ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ഇത്തരത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷെ ഇതിലൊക്കെ ചെറിയൊരു പങ്കെങ്കിലും എന്തുണ്ടാവും, നമ്മളുടെ ഒക്കെ തോട്ടുകൾ കൊണ്ട്, നമ്മളുടെ ഒക്കെ ചിന്തകൾ കൊണ്ട് വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ ചിന്തകൾ നന്നാക്കുന്നത് വഴി നമ്മളിൽ മാത്രമല്ല നമുക്ക് ശേഷം വരുന്ന ജനറേഷനെ കൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിലെ ഒരാള് നമ്മളെ ചിന്തകൾ മാറ്റുന്ന സമയത്ത്, നമ്മളെ എനർജി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ മാത്രമല്ല ആ വീടിലെ മൊത്തം ആളുകളിലേക്ക് ആ ഒരു എനർജി എന്ത് ചെയ്യുന്നുണ്ട്, അറിയാതെ തന്നെ എത്തിക്കോളും. മീൻസ് അറിയാതെ തന്നെ ആ ഒരു എനർജി കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യും. നമ്മൾ ഒരാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നന്നാക്കണം, അല്ലെങ്കിൽ ഇവരെ നന്നാക്കണം, അവരെ നന്നാക്കണം, നമ്മളെ തോട്ട് നന്നാക്കുന്ന സമയത്ത് തന്നെ ആ തോട്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വേറെ പലരും എന്ത് ചെയ്യും,
മാറ്റങ്ങൾ കാര്യങ്ങൾ വരും. അപ്പൊ നമ്മൾ ഒരാളിൽ ചേഞ്ചസ് വരുന്ന സമയത്ത് നമ്മൾ അടുത്തൊരു ജനറേഷനെ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇക്കാര്യങ്ങളും ഒക്കെ കൂടി ഉൾക്കൊള്ളിച്ചിട്ട് വേണം ഈ ഒരു പ്യൂരിഫിക്കേഷന്റെ മന്തിലേക്ക് കടക്കാൻ എന്നുള്ളതാണ്. നല്ല ഇന്റൻഷൻസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, നമ്മളെ തോട്ടിനെ മാക്സിമം പ്യൂരിഫൈ ചെയ്യുക. അതാണ് അല്ലെ ഹൃദയം. നമ്മളെ ഹൃദയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കി വെക്കേണ്ടത്. നമ്മൾ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ അല്ലെ ചുറ്റുപാട്, നമ്മളെ റൂം, നമ്മളെ വീടൊക്കെ ഭയങ്കര അലങ്കരിച്ചല്ല വൃത്തിയാക്കി വെക്കുന്നതിനേക്കാൾ അതൊക്കെ വേണം. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഓരോ കാര്യങ്ങളും നമ്മളെ ചുറ്റുപാട്, നമ്മുടെ ഇന്നർ വേൾഡിന്റെ റിഫ്ലക്ഷൻ ആണ് ഔട്ടർ വേൾഡ് എന്നാണ്. ഔട്ടർ വേൾഡ് ശരിയാക്കുന്ന സമയത്ത് ഇന്നർ വേൾഡിലും അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരും. ഇന്നർ വേൾഡ് ശരിയാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് എന്ത് ചെയ്യും, ഔട്ടർ വേൾഡിലും വരും. അപ്പൊ നമ്മള് പലപ്പോഴും പിന്നെ അതുപോലെ തന്നെയാണ് നമ്മള് പറയാറുണ്ട്, ഈ ഫുഡ് ഭക്ഷണത്തിന്റെ കാര്യം പറയാറുണ്ട്. നമുക്ക് ഹെൽത്തി ഫുഡുകൾ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള നല്ല തോട്ടുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളത്. നല്ല ഹെൽത്തി ഫുഡ്സ് ഹെൽത്തി ആയിട്ടുള്ള ചിന്തകൾക്ക് വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ നമ്മൾ ഈ റമദാൻ ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അതിന്റെ ബെനിഫിറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം എന്നുള്ളത് നമ്മളെ ഫുഡിന്റെ ഫുഡ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന പല കാര്യങ്ങളാണ്. നമ്മളെ ഹെൽത്തി ഫുഡ്സും അതിൽ ഒരുപാട് ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ആ ഫുഡിൽ നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ബോഡിയിൽ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചസ് കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മളെ ബോഡിയിൽ അത് നമ്മളെ മൈൻഡിനെ എഫക്ട് ചെയ്യാറുണ്ട്. അപ്പോ നമ്മളെ ബോഡിയിൽ ഈ നോമ്പെടുക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഇത് കിട്ടാത്തതിന്റെ ഒരു റീസൺ അതുകൂടിയുണ്ട്, നമ്മളെ ഫുഡിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കില്ല. പക്ഷെ ഇതൊക്കെ എന്തുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും നമ്മളെ മൈൻഡിൽ നമ്മളെ തോട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മളെ മൈൻഡിനെ, നമ്മളെ ബോഡീനെ മാത്രമല്ല അത് നമ്മളെ മൈൻഡിനെ തോട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല ഹെൽത്തി ഫുഡ്സ് കാര്യങ്ങൾ കഴിക്കുന്ന സമയത്ത് നല്ല നല്ല തോട്ട്സ് കാര്യങ്ങൾ അവിടെ നിന്ന് ഉണ്ടാവും. കാരണം നമ്മളെ ബോഡിയിൽ നല്ല കെമിക്കൽസ് ആണ് ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുക. അതല്ല നമ്മൾ ജങ്ക് ഫുഡ്സ് കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് ബോഡിയിൽ ഉണ്ടാവുന്ന കെമിക്കൽസ് കാര്യങ്ങൾ എന്ത് ചെയ്യും, മോശമായിട്ടുള്ള ഹോർമോൺസ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള കെമിക്കൽസ് കാര്യങ്ങൾ നമ്മളെ ബ്രെയിനിലും നമ്മളെ ഇതിലൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ എന്ത് ചെയ്യും, ഈ മോശമായിട്ടുള്ള കെമിക്കൽസ് കാര്യങ്ങൾ മോശം ചിന്തകളിലേക്ക് നമ്മളെ നയിക്കാറുണ്ട്. ഈ ആവശ്യമില്ലാത്ത ടെൻഷനും പേടിയും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ നയിക്കാറുണ്ട്. അപ്പൊ ഫുഡ് അതും ഒരു മെയിൻ റീസൺ ആണ് നമ്മൾക്ക് ആ ഒരു ഇതിന്റെ ബെനിഫിറ്റ് കിട്ടാത്തതിന്റെ, മീൻസ് റമദാന്റെ അല്ലെങ്കിൽ ആ ഒരു ഫാസ്റ്റിങ്ങിന്റെ ബെനിഫിറ്റ് കിട്ടാത്തതിന്റെ മെയിൻ റീസൺ ഒന്ന് ഇന്റൻഷൻ ഇല്ലാത്തതിന്റെ, പ്രോഗ്രാംഡ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഭക്ഷണത്തിന്റെ കാര്യം എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന ഓരോ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഇതിങ്ങനെ ആണല്ലോ എന്നുള്ള രൂപത്തിലല്ലാണ്ട് അത് മനസ്സറിഞ്ഞിട്ട് ഓരോന്നും അറിഞ്ഞു ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അല്ലെ പ്രത്യേകിച്ച് നല്ല എണ്ണക്കടികളും ഇങ്ങനത്തെ കാര്യങ്ങൾ, ഫാസ്റ്റ് ഫുഡ്സ് കാര്യങ്ങൾ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ബോഡിയിൽ എന്ത് ചെയ്യും, ചേഞ്ചസ് കാര്യങ്ങൾ വരും. നമുക്ക് തന്നെ അറിയാം, നോമ്പെടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ വരുന്ന ക്ലീനിങ് കാര്യങ്ങൾ, ബോഡി എത്രത്തോളം നല്ല രീതിയിൽ ക്ലൻസിങ് കാര്യങ്ങൾ നടക്കുന്ന സമയം. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നേരെ തിരിച്ച് ആവശ്യമില്ലാത്ത ഹെൽത്തി ഫുഡ്സിനേക്കാൾ എന്ത് ചെയ്യും, ജങ്ക് ഫുഡ്സ് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് നേരെ തിരിച്ചു കിട്ടും. അപ്പോഴും നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ എന്താ ചെയ്യുക, അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കൂല. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നമ്മളിങ്ങനെ ഉള്ളവരാവുക എന്ന് പറയുമ്പോൾ സൂക്ഷ്മത എന്നുള്ളത് ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്ന കാര്യത്തില് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യത്തില് മറ്റുള്ളവരെ കുറ്റം പറയുന്ന കാര്യത്തിൽ ഇതിൽ മാത്രമല്ല സൂക്ഷ്മത എന്ന് പറയുന്നത്. നമ്മളെ ഓരോ ചിന്തകള്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങള്, ഇതിലൊക്കെ എന്ത് ചെയ്യണം, സൂക്ഷ്മതയുള്ളതായിരിക്കണം. ഈവൻ നമ്മളെ ഭക്ഷണത്തിലായിക്കോട്ടെ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലായിക്കോട്ടെ, നമ്മൾ ആ വെള്ളം കുടിക്കുമ്പോൾ പോലും ആ സൂക്ഷ്മതയോട് കൂടി പറഞ്ഞില്ലേ, ജസ്റ്റ് ഇന്റൻഷൻ സെറ്റ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സിന് ഒരാഴ്ച നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ആ ഇന്റൻഷൻ സെറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അത് പിന്നെ നമ്മളെ ലൈഫിലെ പാർട്ടായിട്ട് മാറും. ഒരാഴ്ച ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് മറന്നുപോകും, ആ ഇന്റൻഷൻ സെറ്റ് ചെയ്യാം, അത് മറന്നുപോയല്ലോ, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യുന്നത് മറന്നുപോയല്ലോ, കുഴപ്പമില്ല. പക്ഷെ വീണ്ടും എന്ത് ചെയ്യാം, അതൊന്ന് ജസ്റ്റ് ഒരു പെന്നിലോ പെന്നു കൊണ്ട് ഒരു കുഞ്ഞ് പേപ്പറിൽ എന്തെങ്കിലും ജസ്റ്റ് ഒരു ഇന്റൻഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇന്റൻഷൻ എന്താണോ നമുക്കുള്ളിലുള്ള ഇന്റൻഷൻ കാര്യങ്ങൾ അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട്
നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇന്റൻഷൻ മാത്രം എഴുതി വെച്ചാൽ മതി. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളത് കാണുന്ന സമയത്തൊക്കെ ആ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ആ ഇന്റൻഷൻ നമ്മളെ ഉള്ളിൽ ഓർമ്മ വരും. ഇത് പിന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. അത് പിന്നെ ലൈഫ് ലോങ് നമ്മളിൽ എന്തായിട്ട് മാറും, നമുക്ക് ലൈഫ് ലോങ് അത് നമ്മളിൽ അത് അങ്ങ് ഇംപ്ലിമെന്റ് ആയി മാറും. അത് പിന്നെ നമ്മളെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് തന്നെ, അതൊരു ഹാബിറ്റ് ആയിട്ട് തന്നെ അതങ്ങ് മാറും, നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ എന്നുള്ള. പലപ്പോഴും പലർക്കും ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇപ്പൊ ഈ ഒരു ടോക്ക് കേൾക്കുന്ന സമയത്ത് എന്തുണ്ടാവും, ഭയങ്കര എനർജി ഉണ്ടാവും, ഭയങ്കര പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഒരു ദിവസം 2 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പോകും. പിന്നെ അടുത്ത മൈൻഡ്ഫുൾ ഇൻസൈറ്റ് വരുന്ന സമയത്തായിരിക്കും ആ ബോധം വരിക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇതിൽ തന്നെ കുറേ കാര്യങ്ങൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവും, കുറേ ഈ പറഞ്ഞതൊക്കെ കേട്ട ആളുകളും ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന സമയത്തായിരിക്കും എന്നിട്ടല്ലോ, എന്നിട്ട് ഒരു 1-2 ദിവസം എന്തുണ്ടാവും, ആ ഒരു അവയർനെസ്സിൽ നമ്മൾ ഇതാക്കും. പിന്നെ എന്ത് ചെയ്യും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ അവയർനെസ്സിലേക്ക് തന്നെ പോകും. അപ്പൊ നിങ്ങൾ എന്ത് വെച്ചാൽ ഇത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് വെറുതെ കേട്ട് പോയതുകൊണ്ട് മാത്രം കാര്യമില്ല, അതെന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യും കൂടി ചെയ്യാന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സ് കാര്യങ്ങൾ അത്രത്തോളം പ്യൂരിഫൈ ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പുകൾ ഈ വരുന്ന റമദാൻ സ്പെഷ്യൽ ആയിട്ട് വരുന്ന അടുത്ത ആഴ്ചകളിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പായിട്ടും അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് വേണമെന്നുള്ളവർക്ക് പേഴ്സണൽ പ്രോഗ്രാംസും എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ കൺസൾട്ടേഷൻസ്, പേഴ്സണൽ മെന്ററിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിന് ജോയിൻ ചെയ്യാം. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്നത്തെ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് നിങ്ങളുടെ ഈ എന്താ പറയാ, ഇത്രയും സമയം ഒരു അരമണിക്കൂറിലേറെ ആയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ, അല്ലെ, നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഷെയർ ചെയ്യും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഇത്രയും നേരം കേട്ടിരുന്നതിന്. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം.